വീണ്ടും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത് അനീതിക്കും അശുദ്ധിക്കും നമ്മുടെ അവയവങ്ങൾ ശത്രുവായ സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്ന വാക്കാണ് നമ്മൾ കേട്ടത്. ഇനി അങ്ങനെയല്ല, എന്ത് ചെയ്യണം? നീതിക്കും വിശുദ്ധിക്കും വേണ്ടി നിങ്ങളുടെ അവയവങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കും. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരായുധമാണ്. ഒരു ആയുധം എന്ന് പറയുന്നത് കത്തിയുണ്ട്, വാക്കത്തിയുണ്ട്, വാളുണ്ട്, അമ്പുണ്ട്, വില്ലുണ്ട്, പലതരത്തിലുള്ള ആയുധങ്ങളാണ്. ദൈവം വിളിച്ചു വരുത്തുന്ന എല്ലാവരെയും ദൈവം ഏറ്റവും ആദ്യം ചെയ്യുന്ന പണിയാണ് എന്ത് ചെയ്യുന്നു? ആയുധമാക്കി തീർക്കുന്നു. കർത്താവ് എവിടുന്ന് ആരെ വിളിച്ചാലും അവനെ ആയുധമാക്കി തീർക്കുകയാണ്. എങ്ങനെ ആയുധമാക്കി തീർക്കണേ? യെശയ്യാപ്രവചനം 49 അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? അവനെ വിവിധമായിട്ടുള്ള അവസ്ഥകളിൽ കൂടി കൊണ്ടുപോയി ഒരു വാൾ പോലെ മൂർച്ചയാക്കും. അത് വായിന്റെ ഒന്നാമത്തെ ആയുധമാണ് വാൾ പോലെ മൂർച്ചയാക്കും. അപ്പം പിന്നീട് അതുകൊണ്ട് ഉപയോഗിക്കുന്നതൊക്കെ പിന്നീട് അതിന് വിശദീകരണമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞ ആയുധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനോട് കർത്താവ് പറയുന്ന പ്രകാരമാണ്, നീ എന്റെ വെൺമഴവും ഇരുമ്പായുധവുമാകും. മനുഷ്യൻ എന്ന് പറയും, ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ ആത്മീയ ഇസ്രായേലിലാണ്. നമ്മളെല്ലാവരും ആത്മീയ ഇസ്രായേലിലാണ്. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ ആയുധമാണ്. വെൺമഴവും ഇരുമ്പായുധവും. ഈ ആയുധം ദൈവം ഉപയോഗിക്കുന്ന വിധമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആയുധം കൈയും കാലും മാത്രമല്ല, കൈയും കാലും കൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു, കർത്താവിന് വേണ്ടി ലഘുലേഖ കൊടുക്കാൻ പോകുന്നു, വാഗൊണ്ട് പ്രസംഗിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ഒക്കെ ശരി തന്നെയാണ്. എല്ലാവർക്കും പോയി പ്രസംഗിക്കാൻ പറ്റും? എല്ലാവർക്കും ലഘുലേഖ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അതിന് പറയുന്നത് ആയുധത്തിന് ഓരോന്നിനും ഓരോ പണിയാണ്. അവിടെയാണ് ഒരു മാർഗം കർത്താവെന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് കേട്ടത്. എന്താണ് കേട്ടത്? യെരൂശലേമിൽ ചെന്ന് ദുഃഖിക്കുന്നവരെ അവളോട് സന്തോഷിപ്പിക്കും. അവർക്ക് ഒരാളുണ്ട്, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനും വയ്യ, കൂടുതൽ അകലേക്കൊന്നും പോകാൻ വയ്യ, നടക്കാൻ വയ്യ, ഇതൊന്നും വയ്യ. പക്ഷെ ഇസ്രായേൽ ആണെങ്കിൽ അവൻ ആയുധമാണ്. ഇസ്രായേൽ ആണെങ്കിൽ അവൻ ആയുധമാണ്. അവൻ എത്ര ക്ഷീണിച്ചാലും, രോഗിയായിരുന്നാലും, പണമില്ലെങ്കിലും, സ്വാധീനമില്ലെങ്കിലും, അവന് ഒരു സാഹചര്യമില്ലെങ്കിലും, അവൻ ബന്ധനസ്ഥനാണെങ്കിലും, അവനെ കെട്ടിയിട്ടിരിക്കാതിരിക്കട്ടെ, എന്നാലും അവൻ ദൈവത്തിന്റെ ആലയാണ്, ദൈവത്തിന്റെ ആയുധമാണ്. ഈ ആയുധം എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ സാധിക്കും? ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിന് ദൈവത്തിന്റെ ആയുധമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അതിനുള്ള മാർഗ്ഗം പറഞ്ഞത്. യെരൂശലേമിനെ ചൊല്ലി ദുഃഖിക്കുന്നവരെ, അതിനാരുടെയും പണം വേണ്ടല്ലോ, അതിനാരുടെയും സ്വാതന്ത്ര്യം വേണ്ടല്ലോ. എന്റെ ഹൃദയത്തിൽ യെരൂശലേമിനെ ചൊല്ലി ദൈവസഭയെ കുറിച്ച് ദുഃഖിക്കാനായിട്ട് എനിക്ക് ആരുടെയെങ്കിലും സമ്മതം വേണം? എനിക്ക് ആരെങ്കിലും സ്വാധീനം വേണോ? നിർദ്ദേശം വേണോ? ഒന്നും വേണ്ട. എന്റെ ദൈവവുമായിട്ട് ഉള്ള ബന്ധത്തിൽ ഏറ്റവും വലിയൊരു ആയുധമാണ് ദൈവസഭയെ കുറിച്ച് ദുഃഖിക്കുക. അതിന്റെ അധപ്പതനത്തെക്കുറിച്ച്, ദൈവസഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളും ഇന്ന് അതിന്റെ താഴ്ചയെ കുറിച്ചുള്ള ദുഃഖിക്കുന്നത്. ഇതാണ് ആ ദുഃഖത്തിന്റെ ആഴം അനുസരിച്ചിരിക്കും പിന്നീട് അതിനോട് കഴിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പിടിക്കപ്പെട്ടു, ഭർത്താവ് ഫെലിസ്തരാൽ മരിച്ചുപോയി. ഈ വാർത്ത വന്നു, പെട്ടകം പിടിപെട്ടു പോയി, അമ്മായിയൊപ്പം മരിച്ചു. കൂടെ ഉണ്ടായിരുന്നവര് എല്ലാം ഇസ്രായേലെല്ലാം ഓടി. അങ്ങനെ വലിയൊരു ദുഃഖ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫിനെഹാസിന്റെ ഭാര്യ കേട്ട് അങ്ങ് നിലത്ത് വീണ് ഭയങ്കര ആ ഷോക്കിൽ അവൾ പ്രസവിച്ചു, കുഞ്ഞിനെ പ്രസവിച്ചു കിടക്കുക. അപ്പൊ സൂതികർമ്മണി വന്നിച്ച് പറഞ്ഞ്, പേടിക്കണ്ട, നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. പക്ഷെ അവളുടെ 2 വാർത്തയാണ് അവൾ കേട്ടത്. ഏതൊക്കെയാ? ഒന്ന്, അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഒന്ന്, പെട്ടകം പിടിപെട്ടു പോയി. ഇസ്രായേലിന് പെട്ടകം പിടിപെട്ടു പോയി. 2 വാർത്തയാ. മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ ചെവിയിൽ 2 വാർത്ത കേൾക്കുക. ഒന്ന്, പെട്ടകം പിടിപെട്ടു പോയി. 2, ഭർത്താവ് മരിച്ചു. മറ്റൊന്ന്, ആൺകുട്ടിയെ പ്രസവിച്ചു. ഇതിലേതാ ഏറ്റവും അവൾക്ക് ഗണ്യമായി തോന്നിയത്? പെട്ടകം പിടിപെട്ടു പോയത്.
നീ എന്റെ ആരാന്നാ പറയുക. വെൺമഴവും ഇരുമ്പായുധമാകുന്നു. ഉപയോഗിക്കാൻ കർത്താവിന്റെ കയ്യിൽ ആയുധമാണവർ. അവളെയൊക്കെ കർത്താവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൃദയമുള്ളവനെ കിട്ടാനില്ല. ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള ഒരു ജീവിതമുള്ള മനസ്സുള്ള ഒരാളെ അത്യപൂർവമാണ്. എല്ലാവർക്കും വീട്ടില് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇച്ചിരി സമൃദ്ധി കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചിന്തയും വിലാപമായിരിക്കുമ്പോഴത്തേക്കും സമൃദ്ധി എന്ന ജീവൻ പോയാലും ആലയത്തെക്കുറിച്ചും പെട്ടകത്തെക്കുറിച്ചും ചിന്തയുള്ള ഒരു കൂട്ടം ഈ ലോകത്തിലുണ്ട്. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ ബാക്കി പറഞ്ഞേ കരഞ്ഞ്. ഒരു കൂട്ടമുണ്ട് സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞുപോയി. ഉണ്ട്, കൂട്ടമുണ്ട്. ആ കൂട്ടത്തെ കുറിച്ചാണ് കർത്താവ് വചനം പറയുന്നത്. നീ എന്റെ ആരാണ്? മതി, നീ എന്റെ ഇരുമ്പായുധവും നീ എന്റെ വെൺപഴവുമാണ്. ധൈര്യപ്പെട്ടിരിക്കും, നീ ധൈര്യപ്പെട്ടിരിക്കും. ദൈവം തന്നെ ശോധന ചെയ്ത് മനസ്സിലാക്കിയതാ. നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെക്കാൾ പെട്ടകത്തെ കുറിച്ചുള്ള ചിന്തയാണ് നിനക്കെന്ന്, അതിനെക്കുറിച്ചാണ് നീ ദുഃഖിക്കുന്നതെന്ന് ദൈവം കണ്ടു മനസ്സിലാക്കിയതാ. നിന്നെ ഉപയോഗിക്കാൻ സർവശക്തനായ ദൈവം തയ്യാറായിട്ടുണ്ടെങ്കിൽ, ആ ഉപയോഗിക്കുന്ന ഉപയോഗം ശ്രേഷ്ഠമായിട്ടുണ്ടെങ്കിൽ കാര്യം എവിടെ എത്തുമെന്നറിയാം. നീ കാണുന്നതല്ല കാര്യം, ഇന്ന് കാണുന്ന സങ്കടമല്ല സങ്കടം, ഇന്ന് ഞാൻ എന്നുമായി തീർന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതല്ല ചിന്ത. പിന്നെയോ ഒരു വലിയ ലക്ഷ്യം ദൈവം കണ്ടിട്ടുണ്ട്. ഒരു വലിയ ലക്ഷ്യം. എന്താണ് സ്തോത്രം? അതിനും പറയുന്നത് യെരൂശലേമിനെ ചൊല്ലി ദുഃഖിക്കുന്നവരെ അവളോട് സന്തോഷിപ്പീൻ. യെരൂശലേമിനോട് കൂടി സന്തോഷിക്കാനും കൊള്ള കിട്ടിയവരെ പോലെ അതിനോടുകൂടി ആനന്ദിക്കാനും നിന്റെ ദിവസം വരിക. കർത്താവ് സ്തോത്രം. ഒറ്റ കാര്യം മാത്രം കർത്താവ് പറഞ്ഞാൽ മതി, എന്റെ ആയുധമാണോ, എന്റെ ആയുധമാണോ. ഇനി മറിച്ചാണെങ്കിൽ കർത്താവിന്റെ വരം പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, കാര്യസാധ്യം പ്രാപിക്കുന്നതിനെ കുറിച്ച് അസൂയപ്പെടരുത്, മകനെ മുഷിഞ്ഞു പോകരുത്. ബാക്കി അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ. കാരണം നീ എന്റെ കയ്യിലെ ആയുധമാണ്. നീ ഇങ്ങനെ തുടർച്ചയായിട്ട് മുഷിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ആയുധം ആരുടേതാവും? ഈ മുഷിഞ്ഞിരുന്നാൽ ആയുധം ഷിമയി ആരുടെ ആയുധമായി? ശത്രുവിന്റെ ആയുധമായതുപോലെ ദൈവത്തിന്റെ കരങ്ങളിൽ നറ്റുപോകും. അത് ഏറ്റവും ദോഷമായി തീരും. അത് ഏറ്റവും ദോഷമായി തീരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ, ഞാനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് ഒന്നും ആരും പ്രയാസപ്പെടണ്ട. ചെയ്യാവുന്നതുണ്ട്. കൈകൾ ബന്ധനത്തിലായിരിക്കും, വായടഞ്ഞിരിക്കുകയായിരിക്കും, അനങ്ങാൻ നിവൃത്തിയിലായിരിക്കും, പണമില്ലായിരിക്കും, ആർക്കാരും ഗണ്യമാക്കുന്നില്ലായിരിക്കും. ഒറ്റ കാര്യം ചെയ്യാൻ പാവം. വചനത്തിൽ നാം കേട്ടല്ലോ, നമ്മൾ മനുഷ്യരല്ലേ. കർത്താവ് സ്തോത്രം. നിന്റെ ഹൃദയം യെരൂശലേമിനെ ചൊല്ലി ദുഃഖിക്കുന്നുവെങ്കിൽ ആ നിന്റെ ഹൃദയം ദൈവത്തിന്റെ ആയുധമാണ്. ആ യെരൂശലേമിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ആ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ആ ജനത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് ആ ഒരൊറ്റ ദുഃഖം മുഖാന്തരം സാധിക്കും. കർത്താവ് സ്തോത്രം. നീ എന്റെ വെൺമഴവും എന്റെ ആയുധവും ആകുന്നു. കർത്താവ് പറയുന്നു, അനീതിക്ക് ആയുധങ്ങളായി സമർപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയല്ല. ഇന്ന് പുതിയ നിയമത്തിൽ വചനം പറയുന്നത്, ഏത് അർത്ഥത്തിലും ഏത് സന്ദർഭത്തിലും ഏത് അവസരത്തിലും ഏതവസ്ഥയിലും ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ ആയുധമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബുദ്ധി പറഞ്ഞിരിക്കുക. കർത്താവ് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സഭയുടെ താഴ്ചയെക്കുറിച്ച് ദുഃഖിക്കാം. അതിനാരും സമ്മാനം വേണ്ടല്ലോ, പണം വേണ്ടല്ലോ, അതിനാരും സ്വാധീനം വേണ്ടല്ലോ, ഒന്നും വേണ്ട. ഒന്ന് പരിശോധിക്കണം. ആൺകുട്ടിയെ പ്രസവിച്ചു, ഭർത്താവ് മരിച്ചു, അപ്പം കഴുത്തൊടിഞ്ഞ് മരിച്ചു, പെട്ടകം പിടിക്കപ്പെട്ടു, പ്രധാന വാർത്ത എല്ലാം പൊക്കോട്ടെ. പെറ്റ കുഞ്ഞല്ല, പ്രസവിച്ച കുഞ്ഞല്ല, അപ്പന്റെ മരണമല്ല, ഭർത്താവിന്റെ മരണമല്ല, ഇസ്രായേൽ തോറ്റോടിയതല്ല. പിന്നെയോ എന്റെ ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയി പോയല്ലോ ദൈവം. ഇസ്രായേലിന് മഹത്വം നാളെ ഓർക്കണം. നാളെ പ്രതിഫലവും കൊണ്ടുവരും. പ്രതിഫലം വിഭാഗിച്ച് യഹോവയുടെ പെട്ടകം തിരിച്ച് ഇസ്രായേലിൽ വന്നതിന് ആര് ഉത്തരവാദി എന്ന് അന്വേഷിക്കും. ആരില്ല അതിന് മനം നൊന്നിട്ടുണ്ടെന്ന്. ഇസ്രായേലിന് ഈ പെട്ടകം തിരിച്ച് ഇസ്രായേലിൽ വന്ന് ഇത്രയും വലിയ മഹത്വം ഇസ്രായേലിൽ ഉണ്ടാകാൻ ആരൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? കഷ്ടപ്പെട്ടതില്ല. നിശ്ചയം മാറ്റം വേണ്ട. അവൾ മുൻ സ്ഥാനത്ത് തന്നെ ഉണ്ടാവും. അവളുടെ പ്രതിഫലം എത്ര വലുത്. കാരണം അവൾ ദൈവത്തിന്റെ ആയുധമായി. ഈ പെട്ടകം കൊണ്ടുവരുവാൻ, ഈ പെട്ടകം കൈവിട്ട് കളയാതിരിക്കാൻ ഒരുവരുടെ വേദന അവിടെ ഉണ്ട്.
അവൾ ദൈവത്തിന്റെ ആയുധം, ദൈവത്തിന്റെ ഇരുമ്പായുധം. കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഏതർത്ഥത്തിൽ എങ്ങനെ ദൈവം എന്നെ ഉപയോഗിക്കുന്നുവെന്ന് അത് ദൈവത്തിന് മാത്രമേ അറിയാം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ വായ് മാത്രമല്ല, നമ്മുടെ അവയവങ്ങൾ മാത്രമല്ല, നമ്മുടെ ഹൃദയാവസ്ഥ മാത്രമല്ല, സർവ്വ അന്തരീന്ദ്രിയങ്ങളും ആയുധങ്ങളാണ്. അതുകൊണ്ട് ഏത് ബന്ധനത്തിലും പ്രവർത്തിക്കാം, ഏത് എതിർപ്പിലും പ്രവർത്തിക്കാം, ഏത് ദരിദ്രാവസ്ഥയിലും പ്രവർത്തിക്കാം, ഏത് മരണത്തിലും തൂക്കിക്കൊല്ലുമ്പാകട്ടെ ആ സമയത്തും പ്രവർത്തിക്കാം. ആ സമയത്തും ദൈവത്തിന്റെ ആയുധമായി പ്രവർത്തിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തരുമ്പോൾ ഇന്നിതാ ഈ ദൂതനെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ ആയുധമായി നമ്മുടെ ജീവിതം തീരുവാൻ സകലാർത്ഥത്തിലും, ചിന്തയിലും, വിചാരത്തിലും, നിരൂപണത്തിലും, പ്രവൃത്തിയിലും, വാക്കിലും എല്ലാം ദൈവത്തിന്റെ ആയുധമായി തീരുവാൻ കർത്താവിന്റെ സഭയെ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടുള്ള നമ്മുടെ കർത്താവ്. പരിശുദ്ധരായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,